നമസ്കാരം. CMRL എക്സാലോജിക് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ED എടുത്തിരിക്കുന്ന കേസിൽ 29-ാം തീയതി വീണ വിജയൻ വീണ്ടും ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാവണം എന്ന് കാണിച്ചുകൊണ്ട് ED നോട്ടീസ് നൽകിയിരിക്കുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലം ഏറ്റവും കൂടുതൽ ജാഗ്രതയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കേസായിരുന്നു വീണ വിജയനെതിരെയുള്ള എക്സാലോജിക് CMRL മാസപ്പടി വിവാദം. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 27-ാം തീയതി പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വീണ വിജയന്റെ ഫോണും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള രേഖകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, ED പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് കണ്ടു, 19 കോടി രൂപയോളം കണ്ടുകെട്ടുന്നത് കണ്ടു. പിന്നീട് വീണ വിജയനെ കൊച്ചിയിലെ ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയുണ്ടായി. എന്നാൽ ആ ചോദ്യം ചെയ്യലിൽ EDയുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ രീതിയിലുള്ള അല്ലെങ്കിൽ വിശദാംശങ്ങൾ അടങ്ങുന്ന രേഖകൾ സമർപ്പിക്കുവാൻ വീണ വിജയന് കഴിഞ്ഞില്ല എന്നതിനാൽ ഈ 29-ാം തീയതി വീണ വിജയനെ വീണ്ടും ED ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സമൻസ് അയച്ച് വിളിച്ചു വരുത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇതിനിടയിൽ തന്നെ നാടകീയമായ മറ്റു പല മുഹൂർത്തങ്ങളും അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. വീണ വിജയനെ ചോദ്യം ചെയ്തതിന് ശേഷം തിരുവനന്തപുരം ആയുർവേദ ജംഗ്ഷനിലുള്ള HDFC ബാങ്കിലെ വീണ വിജയന്റെ ലോക്കർ തുറന്ന് ED പരിശോധിക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ വിജയനെ 29-ാം തീയതി ചോദ്യം ചെയ്യുന്നതോടുകൂടി ഈ കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 29-ാം തീയതി വീണ വിജയൻ EDയുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ, വിശ്വാസയോഗ്യമായ തെളിവുകളും രേഖകളും ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ, നേരത്തെ ശശിധരൻ കർത്തയുടെ അതായത് CMD ആയ ശശിധരൻ കർത്തയുടെ ഭാര്യയായ ജയ കർത്തയെയും മകൾ ഷിബി കർത്തയെയും മകൻ CMRLന്റെ ജോയിന്റ് MD ആയ ശരൺ കർത്തയെയുമെല്ലാം ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ഇനി വീണയെ ചോദ്യം ചെയ്യുമ്പോൾ വീണ നൽകുന്ന മറുപടിയുമായി ഇത്തരം വിഷയങ്ങൾ പൊരുത്തപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ, വിശദമായ രേഖകൾ വീണ വിജയൻ ഹാജരാക്കുന്നില്ല എന്ന് കണക്കാക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കുകയാണെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയ 134 തെളിവുകളും അനുബന്ധ രേഖകളും EDക്ക് കരഗതമാകുന്നതോടുകൂടി, അത് കൈമാറുന്നതോടുകൂടി വീണ വിജയന് നിർണായകമായ ചോദ്യം ചെയ്യലായിരിക്കും 29-ാം തീയതി നടക്കുക. ഈ ചോദ്യം ചെയ്യലിൽ വീണ വിജയന്റെ മൊഴികൾ, വീണ വിജയന്റെ തെളിവുകൾ എല്ലാം കൃത്യമായ രീതിയിലല്ല എന്നുണ്ടെങ്കിൽ വീണ വിജയൻ അറസ്റ്റിലാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസുമായി നടത്തിയ അന്വേഷണത്തിൽ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൈവശമുള്ള 134 തെളിവുകളും അതിന് അനുബന്ധ രേഖകളും 54 വോള്യങ്ങളിലായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊച്ചിയിലെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ രേഖകൾ EDക്ക് കൈമാറ്റം ചെയ്യണം എന്ന് കഴിഞ്ഞ ആഴ്ച കൊച്ചിയിലെ PMLA കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. ഈ ഉത്തരവിനെ തുടർന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് EDക്ക് മുഴുവൻ രേഖകളും കൈമാറിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ചർച്ചയിലാണ് EDക്ക് രേഖകൾ മുഴുവൻ കൈമാറുന്നതിനുള്ള ധാരണയായത്. അങ്ങനെയെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഈ രേഖകൾ EDക്ക് കിട്ടുന്നതോടുകൂടി ഈ രേഖകൾ കൂടി ചേർത്ത് വച്ചിട്ടായിരിക്കും ഇനി വീണ വിജയനെ ചോദ്യം ചെയ്യുക. അങ്ങനെയെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ തവണ ED ഓഫീസിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരായ വീണ വിജയന്റെ ചില അവ്യക്തമായ ഉത്തരങ്ങൾ, പലതും എനിക്കറിയില്ല, ഞാനല്ല ചെയ്തത്, ഓർമ്മയില്ല എന്നൊക്കെയുള്ള ഉത്തരങ്ങളായിരുന്നു വീണ വിജയൻ EDക്ക് മുമ്പിൽ നൽകിയിരുന്നത്. പല വിശദാംശങ്ങളും, അതായത് ബാങ്ക് രേഖകളുമായി ബന്ധപ്പെട്ട പല വിശദാംശങ്ങളും വീണ വിജയന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് HDFC ബാങ്കിലെ വീണ വിജയന്റെ ലോക്കർ ED തുറന്ന് പരിശോധിച്ചത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ 134 തെളിവുകളും അനുബന്ധ രേഖകളും വീണ വിജയൻ ഇനി ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ അവർ നൽകുന്ന മൊഴികളുമെല്ലാം ബന്ധപ്പെടുത്തി ED എത്തുന്ന തീരുമാനങ്ങൾ എന്തായാലും നിർണായകം തന്നെയായിരിക്കും. ED കൈക്കൊള്ളുന്ന തീരുമാനം വീണ വിജയനും പിണറായി വിജയനുമെല്ലാം നിർണായകം തന്നെയായിരിക്കും. ഏതാണ്ട് 5000 കോടി രൂപയുടെ ഇടപാടുകളാണ് CMRLും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും തമ്മിൽ നടന്നിരിക്കുന്നത് എന്നുള്ള ചില വാർത്തകൾ CMRLന്റെ ഡയറികൾ പരിശോധിക്കുമ്പോൾ തന്നെ EDക്ക് ലഭ്യമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മാസപ്പടി വിവാദത്തിൽ വീണ വിജയൻ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRL നിന്ന് മാസപ്പടിയായി കൈപ്പറ്റിയിരിക്കുന്നത് കേവലം നിസ്സാരമായ ചില തുകകളാണ്. അച്ഛൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ മുഖ്യമന്ത്രി CMRL എന്ന കരിമണൽ ഖനന കമ്പനിക്ക് വഴിവിട്ട തരത്തിൽ കരിമണൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി അനധികൃതമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും KMRL എന്ന കമ്പനിക്ക്, അതായത് പൊതുമേഖലാ കമ്പനിക്ക് കരിമണൽ ലഭ്യമാക്കുന്നതോടൊപ്പം തന്നെ CMRLലും പിണറായി വിജയൻ
മുൻകൈയെടുത്ത് അനധികൃതമായി കരിമണൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് അന്വേഷണത്തിൽ ഇനി തെളിയാനിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയന് പാരിതോഷികമായി പലതവണ PV എന്ന പേരിലും അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന പേരിലും പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് CMRന്റെ ഡയറിയിൽ കാണുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കും CMRൽ നിന്ന് ഇതുപോലെ വൻ തുകകൾ കൊടുത്തതായി കാണുന്നു. എന്തായാലും അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മകൾക്ക് കൊടുത്തിരുന്ന മാസപ്പടിയായി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് ഇത്തരം ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം വീണ വിജയൻ താൻ വാങ്ങിയ തുകയ്ക്ക് GSTയും ആദായ നികുതിയും അടച്ചെങ്കിലും അത് കള്ളപ്പണം വെളുപ്പിക്കൽ തന്നെയാണ് എന്നുള്ളതാണ് EDയുടെ വശം. അവർ അത് തന്നെയാണ് അന്വേഷിക്കുന്നത്. എന്തായാലും 29-ാം തീയതി വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതോടുകൂടി നിർണായകമായ ചില വഴിത്തിരിവുകൾ ഈ കേസിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിണറായി വിജയൻ കേരളത്തിലെ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ പ്രതിയായ കേരളത്തിന്റെ ഖജനാവിന് ഏതാണ്ട് 350 കോടി രൂപയോളം നഷ്ടമുണ്ടാക്കിയ ലാവ്ലിൻ കേസിൽ പോലും സുപ്രീം കോടതിയിൽ ഈ കേസ് 37 തവണ മാറ്റിവെക്കപ്പെട്ടിരുന്നു. അതിന് കേന്ദ്ര സർക്കാരിന്റെയും CBIയുടെയും ഒത്താശയുണ്ടായിരുന്നു എന്നുള്ള ആരോപണങ്ങളാണ് പുറത്തു വന്നിരുന്നത്.